ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിനന്ദ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങളെ കാണുവാനും ലോകത്തിന് മാറ്റങ്ങൾ വരുത്തിയ പല മേഖലകളിൽ ശ്രദ്ധിക്കുവാനും മനുഷ്യൻ പരക്കം പായാറുണ്ട്. മനുഷ്യൻ്റെ യാത്രക്കിടയിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള കേന്ദ്രങ്ങളും ഉന്നതരായിട്ടുള്ള വ്യക്തികളും വളരെ വിപുലമായ സന്നാഹങ്ങളും കാണുവാനും അത് ഒപ്പിയെടുക്കുവാനും ഒരുപക്ഷെ ആ ഉന്നതരുടെ കൂടെ സെൽഫി എടുക്കുവാനും പരക്കം പായുന്ന ഒരു യുഗത്തിൻ്റെ അംശികളാണ് നമ്മൾ. ആ ഒരു അന്തരീക്ഷത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നേട്ടങ്ങൾ കണ്ടെത്തുവാനും അത് ആകർഷണീയമായി ആസ്വദിക്കുവാനും അതിൻ്റെ പൂർണ്ണതയിൽ ആനന്ദിക്കുവാനും അത് മറ്റുള്ളവരുടെ മുമ്പിലും അവതരിപ്പിച്ച് അതിൽ കൂടിയും അംഗീകാരം തേടുവാനും ആദരവ് ഏറ്റുവാങ്ങുവാനും ഉത്സാഹിക്കുന്ന പ്രവണത വളരെയേറെ വർദ്ധിച്ചു വരികയാണ്. നാം താല്പര്യമുള്ള മേഖലകളും ആകർഷണീയമായ തലങ്ങളും കണ്ടുമുട്ടി കഴിയുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ മനോഹരമായ ആകർഷണീയമായ വിപുലമായ തലങ്ങളെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതോ മറ്റുള്ളവരെ അറിയിക്കുന്നതിനുള്ള വ്യഗ്രതയും വളരെയേറെയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒട്ടും ആകർഷണീയതയില്ലാത്ത ഏറ്റവും നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു പുൽക്കൂട് ലോകത്തിന് മുഴുവൻ ശ്രദ്ധ നൂറ്റാണ്ടുകളായി ആകർഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് എത്തിക്കുന്നതും രക്ഷയുടെ മാർഗം ഉൾക്കൊള്ളുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. ഇത് പ്രപഞ്ചത്തിൽ വളരെ വിശേഷമായിട്ടുള്ള ഒരു സന്ദേശം പകരുകയാണ്. ഒരു കൊച്ചുകുടിലും അവിടെ കുറേ കച്ചിലും ചില മൃഗങ്ങളും 2-3 മനുഷ്യരും അതിൽ പ്രത്യേകിച്ചും കൈക്കുഞ്ഞായി കഴിയുന്ന ഒരു പിഞ്ചു കുഞ്ഞും അടങ്ങുന്നതാണ് ആ ചെറിയ സംവിധാനം. അത് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാഭൂരിപക്ഷം പേരും ആവേശത്തോടെ ഉറ്റുനോക്കുന്നതും അങ്ങേ അറ്റം താല്പര്യത്തോടെ അത് സ്വന്തം ഹൃദയത്തിലും ഭവനത്തിലും വർത്തന മേഖലകളുമൊക്കെ ആവേശമുള്ള ഒന്നായി സന്ദേശം പകരുന്ന വിശിഷ്ട ഭാഗമായി മനുഷ്യഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുന്ന ഒരു കേന്ദ്രമായി മനുഷ്യ കണക്കൂട്ടലുകൾക്കപ്പുറമായി തേജസ്സോടെ നിൽക്കുന്നു എന്നുള്ളത് നാം ഇവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പുൽക്കൂട് എന്ന് പറഞ്ഞ് ഒരു താല്പര്യപൂർവ്വം വിവക്ഷിക്കുമ്പോൾ ഒരു വർഷം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലും ആഴ്ചകളോ മാസങ്ങളോ ഈ പുൽക്കൂടിനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളും അവിടെ ജീവിച്ച 2-3 വ്യക്തികളും മനുഷ്യഹൃദയങ്ങളിൽ നിറവായിട്ടുള്ള ഒരു ഭാവം വെച്ച് പുലർത്തിയിട്ടുണ്ട്. വേഷം കൊണ്ടോ രൂപം കൊണ്ടോ ആസ്തി കൊണ്ടോ അവിടെ നേട്ടങ്ങൾ കൊണ്ടോ ലോകത്തെ അമ്പരപ്പിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുവാൻ പ്രപഞ്ചം മോഹിക്കുമ്പോൾ ഒരു ആകർഷണീയതയുമില്ലാതെ ഒരു പുൽക്കൂട് പ്രപഞ്ചത്തിൽ നിറപടിയായി നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവിടെ കഴിഞ്ഞവരും അവർ കൈമാറിയ സന്ദേശവും അവരുടെ ജീവിതവും ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യക്തിയെപ്പോലും മാറ്റി നിർത്താൻ
സാധിക്കാത്ത വണ്ണം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ചെലുത്തിക്കൊണ്ടിരിക്കുന്നു, നാളെയും അത് ആവർത്തിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് പുൽക്കോടിൻ്റെ പ്രസക്തിയും അവിടെ പ്രത്യക്ഷമായവരുടെ സാന്നിധ്യത്തിൻ്റെ മാധുര്യവും അവിടെ നിന്നുള്ള രക്ഷയുടെ നിറവുറ്റ സന്ദേശവും ഒക്കെ മനുഷ്യരാശിയെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നത്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഈ പുൽക്കൂട് എന്താണെന്ന് അറിയാനും അറിഞ്ഞവർ ആവേശത്തോടെ അതിനെ പുൽകുവാനും പുൽകുന്നവർ അതിൻ്റെ നിറവിൽ ആനന്ദിച്ച പ്രത്യാശയോടെ നീങ്ങുവാനും താല്പര്യപ്പെടുന്നത്. ഈ ഒരു അനുഗ്രഹമായ അനുഭവം ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ ചിന്തയിലും ആലോചനകളിലും കീർത്തനങ്ങളിലും സ്തോത്രങ്ങളിലും പ്രാർത്ഥനകളിലും ദൈവവചന ധ്യാനത്തിലും സ്വർഗീയമായിട്ടുള്ള ആരാധനയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിൻ്റെ സകുമാര്യം ബാഹ്യമായിട്ട് അളക്കാൻ ഒന്നും ഇല്ല എന്ന് തോന്നുമ്പോഴും ആന്തരികമായി നിറപടിയായി അതിൽ നിന്നുള്ള സന്ദേശങ്ങളും അവിടേക്ക് എത്തിച്ചേരാനുള്ള വാഞ്ചയും എപ്പോഴും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ആ കല്ലടാവിൽ പ്രത്യക്ഷനായ ആ പൈതലിൻ്റെ സാന്നിധ്യത്തിൽ അണയുവാൻ താല്പര്യപ്പെടുമ്പോൾ സ്വർഗീയ ഗണങ്ങൾ അമ്പരപ്പോടെ ഉറ്റുനോക്കുന്നു. ആട്ടിടയന്മാർ ആവേശത്തോടെ ആഹ്ലാദത്തോടെ ഹല്ലേലൂയ പാടുന്നു. മെഗൂശന്മാർ വളരെ ദീർഘം യാത്ര ചെയ്ത് അവൻ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. പൊന്നും മോരും കുന്തിരിക്കവും അത് അവൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും രാജ്യത്വത്തെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണെന്ന് അറിഞ്ഞ് അനുഭവിച്ച് ആവേശത്തോടെ ആ പരിമിതമായ സാഹചര്യത്തിൽ കുമ്പിട്ട് വണങ്ങി അവൻ്റെ സാന്നിധ്യത്തിൽ കാഴ്ചയായി സമർപ്പിക്കുന്ന മനോഹരമായ രംഗം. ഇത് താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആരാധനയുടെ ശൈലിക്ക് വലിയ മാറ്റം വരികയാണ്. അവിടെയുള്ള അനുഭവത്തിന് വേലിയേറ്റം സൃഷ്ടിക്കപ്പെടുകയാണ്. അവിടെയുള്ള കൂട്ടായ്മയുടെ ആഴവും പരപ്പും നമുക്ക് അതിർത്തി വെച്ച് നീക്കാൻ ആവില്ലാത്ത, ഒതുക്കാൻ ആവില്ലാത്ത വലിയ വിഭവമായി എന്നും ശോഭിക്കുകയാണ്. ഈ സമ്പന്നത ദൈവസാന്നിധ്യത്തിൽ അത്ഭുതം എപ്പോഴും ഉളവാക്കുന്നതാണ്. ആ അത്ഭുതം നമുക്ക് അനുഭവമായി തീരുന്നതാണ് ദിവ്യ ആരാധനയും ക്രിസ്തീയ കൂട്ടായ്മയുടെ മാധുര്യവും. ഈ സമ്മാനത എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ ഇടയാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. പ്രപഞ്ചത്തിൽ എപ്പോഴും ദുഃഖവും നെടുവീർപ്പും വേദനയും പ്രയാസങ്ങളും മരണവും നമ്മളെ അരട്ടുമ്പോൾ നമ്മളെ ചുളിഞ്ഞു പോകുന്നു, തകർന്നു പോകുന്നു, ഒരുപക്ഷെ നിരാശപ്പെടുന്നു, പരാജയത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ കൂടും അവിടെയുള്ള ത്യാഗവും കഷ്ടപ്പാടുകളും ഒരു വശത്ത് ഏതെല്ലാം യാതനകളും വേദനകളും അനുഭവിക്കാൻ ഇടയാക്കുന്നു. പ്രസവ സമയത്ത് പോലും ആ കന്യക ഏതെല്ലാം ത്യാഗം അനുഭവിക്കേണ്ടി വന്നു. അവളെ പരീക്ഷിക്കാം എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞ അവർദ്ധൻ ഏതെല്ലാം പങ്കപ്പാടുകളിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു. എന്നാൽ അത് എത്ര വിശിഷ്ടമായിട്ട് പ്രപഞ്ചത്തിൽ, ചരിത്രത്തിൽ അത്ഭുതകരമായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്നുള്ള സന്ദേശം എങ്ങനെ ക്രൈസ്തവ മൂല്യങ്ങളെ നടപടിയായി സ്വർണ്ണ തുല്യമായി വളരെ വിശിഷ്ടമായിട്ടുള്ള ചലനങ്ങൾ കൊണ്ട്, സന്ദേശങ്ങൾ കൊണ്ട് വാടാത്തതായി നിലനിർത്തുന്നു. അത് മാനിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ മനസ്സും ജീവിതവും ഈ പ്രപഞ്ചത്തിൽ എത്ര മനോഹരമായി രൂപാന്തരപ്പെടുത്തപ്പെടുന്നു. ഇത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അത് ഏതാനും നാളുകളോ ഏതാനും മേഖലകളിലോ അല്ല. ഈ പുൽക്കൂടവും ആ ദേശമോ കണ്ടിട്ടില്ലാത്ത ഓരോരുത്തരും ആർക്കും അതിൻ്റെ പൂർണ്ണതയും ആഴവും മഹത്തരമായിട്ടുള്ള സന്ദേശവും അതിനെ പൂർണ്ണ അളവിൽ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശം. വിശുദ്ധതമ്പുരാൻ്റെ പുൽക്കൂട്ടിലേക്ക് നടന്നെടുക്കുന്ന പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും
വാർഷിക സംവിധാനങ്ങൾ കൊണ്ടുമൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, പ്രേരിപ്പിക്കുമ്പോൾ, അതിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ ആ നടപടികളിൽ പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെന്ന് ശരിയാവണ്ണം മനസ്സിലാക്കി വിനീത ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, ചരണത്തോടെ അവൻ്റെ സന്നിധിയിൽ അണഞ്ഞാൽ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ സാധിക്കും എന്ന് മാത്രമല്ല, പുൽക്കോടിൻ്റെ അന്തസത്ത നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് രൂപാന്തരപ്പെടുത്തും. ദൈവകൃപയിൽ ആനന്ദിക്കുവാനായിട്ട് സാധിക്കും. ആ കൃപയിലേക്ക് ദൈവം നമ്മുടെ വഴി നയിക്കട്ടെ. ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഈ പുൽക്കോടിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിനനുസരിച്ച് അവിടെ ദർശനത്തെ, അവിടെ നിലപാടുകളെ മാറ്റിയെടുത്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള പരാമർശമുള്ള തിരുവചനം ശ്രദ്ധിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ പുതുക്കുവാനും ആരെങ്കിലും ഉത്സാഹിച്ചിട്ടുണ്ടോ? അതുവഴി വലിയ മാറ്റങ്ങൾ അവർക്ക് മാത്രമല്ല, അവരിൽ കൂടി പ്രപഞ്ചത്തിനും ഇന്നും കൈമാറി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി എല്ലാ മരണത്തിൻ്റെ ദുർഗതിയെയും മാറ്റിയെടുക്കുന്ന ജീവൻ്റെ, നിത്യജീവൻ്റെ സമൃദ്ധി പാപികളും ബലഹീനമായ നമുക്ക് തൻ്റെ കരുണയാൽ കൈമാറി തരുന്ന കാരണവാനായ ദൈവത്തെ കണ്ടെത്തുവാൻ പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ നീക്കവും അവിടെ നിമിഷങ്ങൾ ചെലവഴിക്കുന്നതും അവിടെ പ്രത്യക്ഷമായവരെ ആദരിക്കുന്നതും അവിടെ പൈതലായിട്ട് പ്രത്യക്ഷമാകുന്നവൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതും ജീവിത വിശുദ്ധിക്കും ദൈവ കരുണയ്ക്കും ദൈവകൃപ സമ്പാദിക്കുന്നതിനും അതിർത്തിയില്ലാത്ത മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇടയാവും. ആ രീതിയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ, തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. As we move towards the manger, we identify ever so many people who are in line with the thoughts and the deeds and the action and the historical steps in terms of the salvific action. And these great stalwarts, men and women, old and young, all these people are marching together towards the final goal, in which we are also invited to join, and the manger gives a very special impetus for us to march together, receive blessings, and continue our journey even after receiving blessings of the season to enter the new year. May God Almighty bless each and every one. The Holy Spirit guide us all through, so that all the worthy things under the sun, in and through various channels of the achievements and the multiplication of the talents given to the people in various situations, will be enabled to come closer to Him, closer each other, and make ourselves available to the most needy people under the sun, so that God's glory will be manifested. The kingdom of God can be tasted even in this world, and the fullness of His presence shall be our criteria and the final goal in which we will be invited to enter the eternal bliss and blessings for which we long. And this is what I would love to wish each and everyone, not only the earthly blessings, but the fullness of the kingdom of God, and to which the whole Christian community in totality will be and shall be marching together, and God's grace in abundance will be embracing each and every one of us by His blessings. And certainly for that we have to rededicate ourselves. We long to have the blessings in abundance, where we will be bowing our heads and He will be receiving us to enter the eternal place. May God bless and to have a wonderful Christmas and a very blessed New Year. God bless.